ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും കളിക്കാൻ പോവുകയാണ് ഡിഗിങ് ദ ഹോൾ. കേസ് നമ്മളിത് കുറേയൊക്കെ ഇവിടെ കുഴിച്ച് മറിച്ചൊക്കെ ഇട്ടായിരുന്നു. പിന്നെ ഈ വീടൊക്കെ ഒന്ന് ശരിയാക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിന് വേണ്ടി ഞാൻ ഇവിടെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉണ്ട്. ഇനിയും ചെയ്യണമെങ്കിൽ പൈസ വേണം. അതുകൊണ്ട് ഇവിടെ ഉണ്ട്. ടി വിയുടെ സ്റ്റാൻഡൊക്കെ വെച്ച് ഇനി ഇവിടെ ടി വി വരും. പിന്നെ ലാപ്ടോപ്പിൻ്റെ ഇവിടെ ചായയൊക്കെ ഒഴിച്ച് വെച്ചു. ഇതൊക്കെ സെറ്റ് പൈസയായി കുറേ. എന്താ ഇത് കൊക്കോ കോള. കുറേ സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇപ്പം വിറ്റ് എല്ലാം ചെയ്ത്. പിന്നെ ലൈറ്റിൽ ഞാൻ ഈ സാധനമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ കുറേയൊക്കെ ഞാൻ കുഴിച്ച് ഇപ്പം നല്ല വലിയ ഹോളാണ്. കാണിച്ചു തരാം. ഇപ്പം നല്ല താഴോട്ട് പോകാൻ പറ്റും. നല്ല താഴെ പോയി കണ്ട. ഇവിടെ എൻ്റെ മറ്റേ ലൈറ്റ് ഉണ്ട്. ഞാൻ മറ്റേ ഇത് ഷവലെടുത്തിട്ട് പിന്നെ ഒരു കാര്യം വേണ്ട ഈ ഇതെന്തിനാണ് ഓട്ടോ ഡിഗ്ഗിങ്ങും പിന്നെ ഈ കൈ വെച്ചും കൊണ്ട് കുഴിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുഴിക്കാൻ പറ്റും. കണ്ട വയസ്സ് കണ്ട പെട്ടെന്ന് സ്പീഡ് കൂടും. നല്ലൊരു കാര്യമാണ്. എന്താ പെട്ടെന്ന് നടന്ന ബാഗ്. അയ്യോ, അതും എടുത്ത് ലൈറ്റ് ഇല്ല. നമുക്ക് ഇത് ലൈറ്റ് ഫിക്സ് ചെയ്യാം. ത്രോ എല്ലാം ത്രോ എന്താ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റൂലേ? ഫിക്സ് ചെയ്യാൻ പറ്റുമോ? ഓ, ഇത് ഫിക്സ് ചെയ്യണ ലൈറ്റാണ്. ഇതെവിടെ ഫിക്സ് ചെയ്യാൻ? മുട്ട ഇവിടെ ഫിക്സ് ചെയ്യാല്ലേ? സെറ്റ്. ഇനി ഇവിടെയൊക്കെ നമുക്കൊന്ന് മാന്താം. ഇവിടെ മാന്തിയത് വീഴുമായിരിക്കും. നമുക്ക് ഇനി താഴെ കുഴിച്ച് പോവാം. ഓട്ടോ മറ്റേ രണ്ടും കൂടെ നമുക്ക് പിന്നെ നമുക്ക് ലൈറ്റ് ഇവിടെ വെക്കൊന്നും വേണ്ട. പിന്നെ ഒരു ഇതുണ്ട് ഹെൽമെറ്റ് പോലത്തെ, അത് വെച്ചാൽ പിന്നെ നമുക്ക് ലൈറ്റ് വെക്കണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, മറ്റേ ഈ ചായയുടെ സാധനം അത് താഴെ പോയാ. ഇവിടെ ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ എന്തായാലും അടിയിൽ പോയി കുറേ കുഴിച്ചാണ്ട പൈസ വേണ്ട 5350 രൂപ ആക്കി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഡ്രില്ലർ വാങ്ങിച്ചാലോ എന്നൊരു ഐഡിയ. വാങ്ങിക്കാമല്ലേ? ബാക്കി 1000 രൂപ കാണുമെന്ന് തോന്നുന്നു. അത് തന്നെ 1000 രൂപയ്ക്ക് കാണും. നമുക്ക് ഇതങ്ങ് വാങ്ങിക്കാം. കാരണം ഇതിൻ്റെ പവർ അറിയാമല്ലോ. വാങ്ങിച്ചിട്ടുണ്ട്. അപ്ഡേറ്റ് ഇതിന് അപ്ഡേറ്റ് 100%. ഇതിനും ചാർജ് ഉണ്ടോ? ഓട്ടോ വേണ്ട, അത് നോക്കാം. ഡ്രില്ലർ പവർ കാണുമായിരിക്കും. നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, എന്ത് ഡയമണ്ടൊക്കെ ഇതൊക്കെ ഇപ്പോൾ കിട്ടി. ഓക്കെ, ഇത് വർക്കാവണില്ലല്ലേ? അല്ലാതെ കൈ കൊടുത്ത് വർക്കാവൂലേ? ഓട്ടോ ഉള്ള അവിടെ ഇത് വേസ്റ്റ് ആയെന്ന് തോന്നണമല്ലോ. കുഴപ്പമില്ല, കുറച്ച് പവറുണ്ട്. കുഴപ്പമില്ല. ഇനി ഇതിൻ്റെ എന്തോന്നുള്ള ബാറ്ററി. ഇതിൻ്റെ ബാറ്ററി കണ്ടോ? ഇത് നല്ല നമ്മൾ കുഴിഞ്ഞു പോയി. ഇത് വർക്കാവുന്നുണ്ട്, പക്ഷെ എൻ്റെ ബാറ്ററി എവിടെ? എന്തോന്നടാ, അതേ പുതിയ സാധനം വന്നു. 100 രൂപ. എന്തോന്നടാ 100? ശേഷം ഒന്നും എടുത്തുമില്ല. ഇത് നഷ്ടമാണ്. ഡ്രില്ലർ എനിക്കിതങ്ങ് മാറ്റാൻ വേണ്ടേ? കുറച്ചും കൂടെ കുഴിച്ചിട്ട് വരാം. ഓക്കെ, നമ്മളങ്ങനെ കുറേ കുഴിച്ച് കൊണ്ട് കൈസ് നമ്മളത് ഇതാണ് കുറേ നമ്മൾ കുഴിച്ചിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ കുഴിക്കേണ്ട കാര്യം നാണ്ട് ഈ ഷവലെന്ന് പറഞ്ഞാൽ ഷവലാണ് കൈസ്. ഞാൻ 17 ഡയമണ്ടിന് വാങ്ങിക്കണം. ഓക്കെ, സെറ്റ്. നോക്കി ഒരു കുഴിക്കാനും ഇത്രയാവും. ഓക്കെ, അതാണ് എൻ്റെ പ്രത്യേകത. ഇതിന് പിന്നെ 2 വർഷം അപ്ഗ്രേഡും കൂടെ ചെയ്തപ്പോൾ കുറച്ചും കൂടെ ക്ലീനായി. ഉണ്ടോ? നല്ല കുഴിക്കാം. ഇപ്പം നമ്മൾ മൈനസ് എന്നില്ല എത്ര മീറ്റർ ആയി നോക്കട്ടെ. താഴെ ട്രഷറിൻ്റെ മാപ്പൊക്കെ കിട്ടിയായിരുന്നു. എല്ലാം വിറ്റിഞ്ഞ്. ഇത് എവിടെ പോണേട്ട്? നല്ല താഴെയായിട്ട് ആണ്ടേ. ഇപ്പം നമുക്ക് -80 മീറ്ററാണ് നമ്മൾ താഴെ നിൽക്കുന്നത്. കണ്ടോ? നല്ല പെട്ടെന്ന് നമുക്ക് കുഴിയെടുക്കാം. ഇത് സ്പീഡിൽ കുഴിയെടുത്താൽ പെട്ടെന്ന് കണ്ടോ.
ഉണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് സാധനം കിട്ടും. പിന്നെ മറ്റേ ബോംബിടുന്നാണ്ട് ഫാറ്റ് മാൻ എന്ന് പറഞ്ഞ ഈ ഒരു ബോംബ് ഞങ്ങൾ വാങ്ങിച്ചു. ഇരുട്ടാടെ പൊട്ട് പൊട്ടി. ഇവിടെ എന്തുകൊണ്ടാ നടന്ന? എടാ നമ്മളെ മറ്റത് കളക്ട് ചെയ്തോണ്ട് കൊള്ളാൻ തോന്നുന്നു, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുമായിരിക്കും. എറിഞ്ഞു നോക്കാം. ഇവിടെ നല്ല പൊട്ടി കേട്ടാ. ഇതെന്തിനോ കുറെ ഡയമണ്ട്. എത്ര ഡയമണ്ട്? ഈ ഡയമണ്ട് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു ഷവല് വാങ്ങിക്കാൻ പറ്റി, ഈ സെറ്റ് ഷവല്. ഇതിനകത്ത് കുഴിച്ചു തുടങ്ങാം. ഈ ബോംബ് ഉപകാരപ്പെടും കേട്ടോ. ഇതേപോലെ കുറേ ഇട്ട് പൊട്ടിച്ചാൽ മതിയായിരുന്നു. കുറേ വാങ്ങിച്ചിട്ട് നിരത്തിയിട്ടങ്ങ് പൊട്ടിക്കാം, അപ്പം അങ്ങ് തീരും. ഇവിടെ പറഞ്ഞ കണക്ക് ഡൈനോസറിൻ്റെ സ്കെല്ലൊക്കെ കിട്ടിയല്ലോ, അതൊക്കെ കൊണ്ട് വെക്കാം കേട്ടോ. പിന്നെ ഞാൻ വീടിൻ്റെ കാര്യം തന്നെ പറഞ്ഞു, ഈ ഫുള്ള് ഞാൻ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. അതാണ് എൻ്റെ ഇത്രയും കുഴിക്കാന്ന് വിചാരിച്ചത്. എന്തായാലും കുറേ ബോംബ് വാങ്ങിച്ച് പൊട്ടിക്കാൻ കഴിച്ചു. അത് തന്നെ ഇന്ന് ഞാൻ പൈസ കൊടുത്ത് കുറേ ബോംബ് വാങ്ങിച്ച് പൊട്ടിക്കാം. ഈ പെട്ടിയുടെ കീ ഉണ്ട്, കുറേ പെട്ടി വന്ന് കിട്ടിയടെ, പക്ഷെ അതൊന്നും വരണില്ലല്ലോ. എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. എല്ലാം വിൽക്കാം, പൈസ കേട്ടോ. പിന്നെ നമുക്ക് കുറേ ബോംബ് വാങ്ങിച്ചിടങ്ങ് നിരത്തിയിട്ടങ്ങ് പൊട്ടിക്കാം. ഓക്കെ, ആദ്യം ഞാൻ ഇത് വീടല്ല, അതിനെയും കുഴിച്ചത് സാധനങ്ങളൊക്കെ എടുക്കാം. ഓക്കെ, എൻ്റെ ഇപ്പോൾ ഒരു 3 ഫാറ്റ് മാൻ ബോംബ് ഉണ്ട് ഗൈസ്. അതെടുത്ത് നമുക്കിന്ന് പൊട്ടിക്കാം. അപ്പോൾ നല്ല കുഴിച്ച് ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ട് നല്ല രീതിക്ക് ഒന്ന് കുഴിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇതെന്തോടാ സാധനം? എന്തായാലും ഞാൻ നല്ല രീതിക്ക് കുഴിച്ചതാണ്ട്. ഇപ്പം നമ്മൾ -100 എത്രയാണ് ഇത് കണ്ടോ. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളൂ. ഞാൻ അതിന് വേണ്ടി സെറ്റ് ചെയ്തൊക്കെ വെച്ചിരുന്നു ഹോള്. ഈ ഒരു ഫാറ്റ് മാൻ എടുക്കുക, അത്ര. അടുത്തത് അടുത്ത എൻ്റെ പൊന്നെ സീന് സെറ്റാണ്. ഇപ്പം നമ്മൾ നല്ലപോലെ കുടിച്ചത്. ഇതേപോലെ കുറേ ബോംബ് എടുത്തിട്ട് പൊട്ടിച്ചാൽ മതി. എന്തായാലും ഇനി നമുക്ക് പൈസ ഉണ്ടാക്കി ബോംബ് വാങ്ങിക്കാം. ഓക്കെ, നമുക്കങ്ങനെ ട്രഷർ കിട്ടിയെന്ന് തോന്നണേ. ഒരു പെട്ടി, നമ്മുടെ എപ്പിക് ചെസ്റ്റ്. അതെന്തോന്നാണ്? എന്തൊരു എപ്പിക് ചെസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടി. നമുക്ക് നോക്കിയിട്ട് വരാം. ട്രഷറാണെന്ന് സംശയം ഉണ്ടാവും, പെട്ടെന്ന് പോകും. പക്ഷെ നമ്മളിപ്പോൾ നല്ല താഴ്ചയിലാണ്. എൻ്റെ ഒരു 5808 രൂപയുണ്ട്. അതിവിടെ ഈ സെറ്റ് ഇതിൻ്റെ കീ ഉണ്ടോ? ഇവിടെ പതുക്കെ എറിയടാ. എൻ്റെ പൊന്നളിയ, എന്തോരം സാധനോടാ. കുറേ കുഴിയിൽ പോയടാ, പതുക്കെ എറിയണ. കുഴി പോയെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ കുറേ സാധനം കിട്ടി കേട്ടോ. എന്തായാലും നല്ല കാര്യം, അങ്ങനെ ട്രഷർ കിട്ടി. മൊബൈൽ ഫോൺ, ഓക്കെ, കുറേ സാധനമാണ്. ഇതെന്തിനാണ്? തീർന്നതാ? പക്ഷെ തീർന്നു, ഇത് നിറഞ്ഞ. എൻ്റെ പൊന്ന്, ഇപ്പം തന്നെ നമുക്ക് 10,000 രൂപ കിട്ടും. പൈസ താഴെ വല്ലതും പോയാടെ, നോക്കിയിട്ട് വരാം. അത് തന്നെ താഴെ ഉരുണ്ടി പൊക്കോണ്ടിരിക്കുന്നു. നിക്കളേ, അതെന്തൊരു സൗണ്ട്? ഇതാണ്ട് സാധനം. എൻ്റെ മോനെ, കുറേ സാധനം. ഇനി എന്തായാലും മണ്ടേ പോയില്ലെങ്കിൽ പിന്നെ വേറെ കുഴിക്കാൻ പറ്റില്ല. അതാണ് നമുക്ക് നിറഞ്ഞിരിക്കുന്നു ബാഗ്. എൻ്റെ പിന്നെ ഇപ്പം തന്നെ 10,000 രൂപയുടെ സെറ്റ്. അങ്ങനെ നമുക്കൊരു ട്രഷർ കിട്ടി. നമുക്കിനി ബോംബ് വാങ്ങിക്കാം. വേർ ബോംബ്സ്. ഫാറ്റ് മാനുകൾ ഒന്നും നോക്കില്ല. 4 അങ്ങ് വാങ്ങിച്ചിട്ടുള്ളൂ. നേരത്തെ അങ്ങ് പൊട്ടിക്കാം. വാ, പോട്ട്.
എടി ഇതെന്തോന്നാ ഇത് വലിയ കുഴി. എൻ്റെ പൊന്നെ മുരുകൻ രാശി എന്തിരിത്, എൻ്റെ പൊന്നെ ഇതെന്തിരി നല്ല വലുത് തന്നെ കേട്ടോ കുഴി. പിന്നെ നമുക്ക് ബോംബിടാം. സെറ്റ്. ഇവിടെ ലൈറ്റ് എടുക്കട്ടെ, അല്ലെങ്കിൽ ലൈറ്റ് പൊട്ടിപ്പോവും. സെറ്റ്. സീൻ. അടുത്തത് സീൻ. അടുത്ത സീൻ എല്ലാം സീൻ. ഫിഷിംഗ് റോഡാ. ഈ ഗിഫ്റ്റ് ഗ്ലിച്ചടിച്ചടാ ഗിഫ്റ്റിന്. ഒരെണ്ണം കൂടെ ഉണ്ട്. സെറ്റ്. ഗിഫ്റ്റ് കിട്ടി. എൻ്റെ പൊന്നെ അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് പൊട്ടിച്ചപ്പോഴും സമാധാനമായി. അപ്പോൾ നല്ല വലിയ എൻ്റെ പൊന്നെ ഇത് എന്തുവാടാ, മറ്റേ സോമനല്ലേ മറ്റല്ലേ അത്, റോമനാണ് മറ്റേ. എൻ്റെ പൊന്നെ സെറ്റ്. അങ്ങനെ നമ്മൾ വലിയ വഴിയാക്കിയിട്ടുണ്ട്. എന്തൊരു കീ എന്തോ ഈ പെട്ടിയിലോ ഇത് പോകാത്തത്. എടാ കീ അതിൻ്റെ ഇടയിലിരിക്കുന്നു, ഈ പെട്ടി പോണില്ല. എടാ പെട്ടി പോടാ, സ്പേസ് ഇല്ല. നമുക്കിതൊന്നും ഇത് ആക്കിയിട്ട് വരാം. എന്തോ നല്ല കാഴ്ചയായി കേട്ടോ. നമുക്കിനി ഇത് ഒരു ജ്യൂസും ഒന്ന് കാണിച്ച് കുടിക്കാം, സാധനവും കുടിക്കാം. പൈസ കിട്ടി. എന്തായാലും ഇനിയും കുറെ കിട്ടി. ഫ്രീ ആയിട്ട് നോക്കിയിട്ട് ടോർച്ച് കിട്ടിയുണ്ട്. നില്ല് മതി. മൈനർ ഹെൽമെറ്റ്. അത് വിൽക്കാനുള്ളതാണെന്ന് അറിഞ്ഞൂടാ, നോക്കിയിട്ട് വരാം. നല്ല വലിയ കുഴിയാണ് കേട്ടോ, ഇത്രയും വലിയ കുഴി. ഓക്കെ, പിന്നെ ഇങ്ങനെയൊക്കെ കുഴിച്ചായിരുന്നു. നമുക്ക് എവിടെ അത് വിൽക്കാൻ പറ്റുമോ? അത് വിൽക്കാനുള്ള ഇടം നമുക്ക് എടുക്കായിരുന്നു. ഓക്കെ, നമ്മൾ കുഴിച്ച് അങ്ങനെ -304.9 മീറ്റർ ആയിട്ടുണ്ട്. അത്രയും താഴ്ചയിലാണ് നമ്മളിപ്പോൾ നിൽക്കണേ. നല്ല വലുതാ കുഴിയാണ്. ഐ കനോട്ട് ഡിഗ്. ഓക്കെ എന്താ ഫാസ്റ്റ് കണ്ടോ പോണ? ഇത്രയും കുറേ നേരം എടുക്കണോണ്ടാണ് ഇത്രയും ഫാസ്റ്റ് പോണം. ഞാൻ കുഴിച്ചത് ഒരുമാതിരിയുള്ള കുഴിയിലാണ് കുഴിച്ചത്. എന്തായാലും ഞങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. കാരണം ഇത് കുറേ നേരമായി ഞങ്ങളൊന്ന് കഷ്ടപ്പെടണം. എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ.